ഈ ഗവൺമെന്റിനെ തകർക്കണം. അതിന് എല്ലാ തരത്തിലുമുള്ള നുണപ്രചരണം നടത്തുന്നു. മുഖ്യമന്ത്രി മുതൽ വളരെ സാധാരണക്കാരായ പ്രവർത്തകരെ വരെ ആക്രമിക്കുന്നു. ബംഗാളിലും മറ്റിടങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ കയറി വന്നങ്ങ് കയ്യേറ്റം ചെയ്യുകയാണ്, മർദ്ദിക്കുകയാണ്. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? പ്രിയങ്കരിയായിട്ടുള്ള മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെ ഏതൊക്കെ നിലയിലാണ് പറഞ്ഞ വാക്കുകൾ എന്നുള്ളത് നമുക്കറിയാം. കോവിഡ് കള്ളി എന്നുള്ള പ്രയോഗം വരെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ടീച്ചർക്ക് നേരെ. ശ്രീമതി ടീച്ചർ വലിയ തോതിൽ നേരിട്ടു. ഇപ്പം വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ശാരീരികമായ അതിക്രമം കൂടി നേരിടുകയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ ഇത്തരം വ്യക്തിഹത്യകൾ നേരിട്ടുകൊണ്ട് തന്നെ വരികയാണ്. പക്ഷേ ഇതൊക്കെ ആ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പ്രചരിപ്പിക്കുന്നവർ മുഴുവൻ വിഷ്വൽ കാണണം. അത് തിരുത്താനും അതോടൊപ്പം തന്നെ അത് ഏറ്റുവിളിക്കാതെ തുടർന്നു പോകാനും. ഇതൊരു മാസായി നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമല്ലേ?